9th മന്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ലാസ്റ്റ് ടെസ്റ്റാണ് നടക്കുന്നത്. നമ്മൾ January 25th ഡേറ്റ് ഫിക്സ് ചെയ്തു. ഡോക്ടറെ കണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. 24th അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്ലഡ് ചെക്കപ്പിന് എഴുതിയതാണ്. അത് വന്നു. ആദ്യത്തെ ഒരു ട്രിപ്പ് ഇപ്പുറത്തെ കയ്യിൽ നിന്ന് എടുത്തു. ആദ്യം റൈറ്റ് ഹാൻഡിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വന്ന് എടുത്തു. അത് കഴിഞ്ഞ് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. അതായത് ആ വിരലിൻ്റെ തുമ്പിൽ കുത്തിയിട്ടുണ്ടല്ലോ, ബ്ലീഡ് ചെയ്യണ ടൈം എത്ര സമയം ബ്ലീഡ് ചെയ്യണം, അത് കുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ബ്ലീഡിങ്ങിൻ്റെ ടൈം എടുക്കാനാണ് പറഞ്ഞു. അപ്പോൾ അതൊരു കുത്തി. അതൊരു കുത്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേദന ഉണ്ടോ കുറച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കഴിഞ്ഞു. അപ്പോൾ ഇരിക്കുന്നത് ഒരു കംഫർട്ടായിരുന്നില്ല. പിന്നെ കുറച്ച് യാത്ര ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു വയ്യായിക. അത് 38 കഴിഞ്ഞു. 38 വീക്സ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ പുറത്തൊന്ന് ചോദിക്കേണ്ട എന്തെങ്കിലും വേണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ വന്നിട്ട്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല അമ്മ എന്ന് പറയുന്നു. വേദന വല്ലാണ്ട് വന്നപ്പോൾ ചോദിക്കണമെന്നാണ്. ആ വേദനയും നമ്മുടെ വയറിൻ്റെ ഉള്ളിലത്തെ അസ്വസ്ഥതകളൊക്കെ കൂടിയിട്ടുള്ള ഇതുകൊണ്ടാണ് അത് നമുക്ക് അങ്ങനെ വേദനയായിട്ട് തോന്നുന്നുണ്ടാവുക. നല്ല ടൈമിലിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര വേദന ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉള്ളിൽ കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഇനി എഴുന്നേറ്റോ, കുഴപ്പമില്ല, എന്നാണ് ഡേറ്റ് എന്നൊക്കെ ആ വേദന ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുമല്ലോ, അതുപോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വിട്ടു. അങ്ങനെ ഞാൻ എണീറ്റ് ഇനിയിപ്പോൾ ECG എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഡോക്ടറെ കണ്ടു. ECG സെക്ഷൻ കഴിയുക, വീട്ടിൽ പോരുക. പിന്നെ 24th നമ്മൾ തിരിച്ചുവിടെ വന്നത് വെള്ളിയാഴ്ച. ഓക്കെ.